കഴിഞ്ഞ എപ്പിസോഡിൽ പാവം നമ്മുടെ ഹെയ്യിങ്ങിന്റെ ലവ് അലാറത്തിൽ നിന്ന് ജോജോയുടെ പേരങ്ങ് മാഞ്ഞുപോയി കാണും. കാരണം അവസാനമായിട്ട് സുൻഹോ എന്ന് ഇവളെ കിസ് ചെയ്തപ്പോൾ ഇവനെ സ്നേഹിക്കാൻ പോകുന്ന ആൾക്കാർ ലിസ്റ്റിൽ നിന്ന് ജോജോയുടെ പേര് മാഞ്ഞു. അതുകൊണ്ട് ആ ഒരു സങ്കടത്തിലാണ് അവനിപ്പോൾ ഉള്ളത്. അതേസമയം സുൻഹോയാണ് അവളെ കിസ് ചെയ്തതിനു ശേഷം നീ എന്റെ കണ്ണ് നോക്കി സംസാരിക്കുന്ന പറഞ്ഞ് ഇവൾക്ക് ഇവനോട് ഇപ്പോഴും സ്നേഹമുള്ളതുകൊണ്ട് ഇവനെ നോക്കി സംസാരിക്കാൻ പറ്റത്തെന്ന് അവനും പറയും. പക്ഷെ അവളാണ് അതുകൊണ്ടൊന്നല്ല ഇവനെ നോക്കാത്തെന്ന് അറിഞ്ഞ് ഇവള് സംസാരിക്കാൻ വരുമ്പം അവനും ദേഷ്യത്തി നീ എന്റെ അടുത്തുള്ള ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാ ഈ ലവ് അലാറം പ്രൊട്ടക്ഷൻ ഓൺ ആക്കിയെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഇതുവരെ ഒരു കാര്യം പോലും അറിയാതെ ഇവൾക്ക് ഇവനോട് ഇഷ്ടമല്ലെന്ന് അവൻ തെറ്റിയിരിച്ചെന്ന് അറിയും. അതുകൊണ്ട് ഈ തവണ ലവ് അലാറം മാപ്പ് ഒന്നും ഞാൻ നോക്കത്തില്ല, ഞാൻ നിന്റെ ഫീലിങ്സ് മാത്രമേ നോക്കത്തുള്ളൂ എന്ന് അറിഞ്ഞിട്ട് അവൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ജോജോ ആണ് ഇവിടെ മൊത്തത്തിൽ കൺഫ്യൂസ് ആയി. അവൾ സത്യത്തിൽ ആരെയും സ്നേഹിക്കുന്ന പോലെ അറിയാതിരിക്കുമ്പം ഹെയ്യും ആണ് ഇവൾക്ക് മെസ്സേജ് അയച്ചിട്ട് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ജോലിയിൽ നിന്ന് ഇറങ്ങി ഇവൾക്ക് കുടയും കൊണ്ട് വരട്ടേം ചെയ്യിക്കും. അപ്പോഴാണ് അവന്റെ മെസ്സേജ് കണ്ട് ഇവൾ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഹെയ്യിന്റെ ചീഫാണ് ഇന്ന് ഇവന് കുറച്ച് വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞ് അവന് എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവിടെ ജോജോ ക്ലാസ് വിഷമിച്ചിരിക്കുന്നുണ്ട്. അവളുടെ കൂട്ടുകാരിയും സുൻഹോ ഇവളെ വന്ന കണ്ട കാര്യം കുറെ പേര് ഫോട്ടോ എടുത്തായിരുന്നു അറിയും. അങ്ങനെ അതൊക്കെ പറ്റുന്നത്ര ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവളിപ്പോ ഹെയ്യുങ്ങിന്റെ കാര്യത്തിൽ എന്തോ ചെയ്യാമോന്ന് ചോദിക്കുമ്പോൾ ജോജോ ആണ് അവൾ ഇപ്പൊ തന്നെ ഹെയ്യുങ്ങിനെ കണ്ട് അവളുടെ ലവ് അലാറം മാപ്പ് പ്രൊട്ടക്ഷൻ ഇട്ടേക്കുവന്ന് അവനോട് എല്ലാ സത്യം തുറന്നു പറയാൻ തീരുമാനിച്ച്. അങ്ങനെ അതുകൊണ്ട് അവള് നേരത്തെ തന്നെ ഹെയ്യുങ്ങിന്റെ ഓഫീസിലേക്ക് ചെന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫോണിലാണ് ലവ് അലാറം അടിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഹെയ്യുങ്ങിനെ കണ്ട് ഇവള് മൊത്തത്തിൽ ഇവിടെ ഇമോഷണലായി നിൽക്കും. അതിനുശേഷം അവനും ഇവളെ കണ്ട ഉടനെ പെട്ടെന്ന് ഓടി ആ മഴ നനഞ്ഞുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവന് ഞാൻ വരുന്ന മുമ്പേ തന്നെ നീ വന്നോന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവള് പെട്ടെന്ന് അവനെ ഹഗ് ചെയ്യും. അതിനുശേഷം അവനും ഇവളെ കുറച്ച് സങ്കടത്തിലാന്ന് അറിഞ്ഞിട്ട് അവളെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം ആ ലവ് അലാറത്തിന്റെ ബോക്സും കണ്ടിട്ട് അവൻ ജോജോ എങ്ങനെയൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇവനെ കൊണ്ട് ആ ഷീൽഡ് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഇതേ സമയം അവന്റെ മോണിറ്ററിൽ തന്നെ ഇവന്റെ ബ്രദർ ഗൂവിനെയും കാണാൻ പറ്റും. അവനിപ്പോ ആശുപത്രി റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. അതിനുശേഷം ഇവിടെ ഹെയ്യുങ്ങും ജോജോ എന്ന് അവളുടെ വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് അവള് മഴ പെയ്യുന്നുണ്ട് ഈ കൊട നീ തന്നെ വെച്ചാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കാൻ നോക്കും. അപ്പോഴാണ് അവനും ചിരിച്ചോണ്ട് ബാഗിൽ നിന്ന് അവന്റെ ഒരു കൊട എടുക്കും. കാരണം കൊട ഉണ്ടായിട്ട് ഇവളുടെ കൂടെ വരാൻ വേണ്ടി ആ കള്ളം പറഞ്ഞ. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയ ഉടനെ ഇവള് വിഷമിച്ചിട്ട് ഇവനോട് സത്യം പറയാൻ തീരുമാനിച്ചാലും ഇവളെ കൊണ്ട് പറയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവളിവിടെ വിഷമിച്ചിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫോണിൽ ലവ് അലാറം അടിക്കുന്നത്. കാരണം അവൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ ദിവസവും 10 പ്രാവശ്യമെങ്കിലും ഇവളുടെ ലവ് അലാറം അടിപ്പിച്ച് അവന്റെ ഇഷ്ടം കാണിക്കുന്നു. അതുകൊണ്ട് അവനും ഇപ്പൊ ഒരു 10 പ്രാവശ്യം ഇവളെ അടുപ്പിച്ച് കാണിച്ചിട്ട് ഇന്നത്തെ 10 തവണ കഴിഞ്ഞെന്ന് പറഞ്ഞ് അവളെ സന്തോഷിപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. പക്ഷെ ഇവളെ സന്തോഷിപ്പിച്ചിട്ട് വരുന്ന ഹെയ്യുങ് ആണ് അവന്റെ ലവ് അലാറം മാപ്പിൽ നിന്ന് ജോജോയുടെ ലിസ്റ്റ് പോയതുകൊണ്ട് അവൻ നല്ല സങ്കടത്തിലുള്ള. പക്ഷെ അതൊന്നും അവൻ അവളോട് കാണിച്ചില്ല. എന്നിട്ട് വീട്ടിലേക്ക് വരുന്ന ജോജോയും അവളുടെ കസിന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവള് ലവ് അലാറം ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാറ്റ് ഇവള് കാണും. അങ്ങനെ അത് ഗൂ തന്നെയാണ്. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും ഒരു ഇത് ഗൂ അല്ലായിരിക്കും എന്നറിഞ്ഞ് അവനെ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ ഇവളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മെസ്സേജ് സെൻഡ് ആവത്തില്ല. അതിനുശേഷം അവള് പെട്ടെന്ന് പോകാൻ നോക്കുമ്പോൾ ഇവളുടെ ഫോണിലാണ് ഒരു മെസ്സേജ് വരും. അതിനുശേഷം അവളൊന്ന് മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ചെന്നിട്ട് അവളുടെ കൂട്ടുകാരിയോട് ഇന്ന് സംസാരിച്ചേക്ക് ഓർത്ത് വെക്കും. കാരണം അവളുടെ കൂട്ടുകാരിയും ഒരു ലവ് അലാറം ഷീൽഡുള്ള ഒരു വ്യക്തി ഇവളോട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടും ഇവളുടെ ലവ് അലാറം അടിപ്പിച്ചില്ല. അവൾക്കത് സങ്കടമായിട്ട് ഫീൽ ചെയ്യത്തുള്ളെന്ന് പറയും. കാരണം ഈ കാലഘട്ടത്തിൽ ലവ് അലാറം ആപ്പാണ് ഒരാൾ ഇഷ്ടമെന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ലവ് അലാറം അടിച്ചില്ല ഇവൾക്ക് തന്നെ ആ വ്യക്തിക്ക് ഇവളോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് ജോജോയുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അതുകൊണ്ട് ഇവളും എങ്കിൽ പിന്നെ ഹെയ്യുങ്ങും എന്റെ ലവ് അലാറം അടിക്കാത്തോണ്ട് നല്ല സങ്കടത്തിലായിരിക്കും എന്ന് പറഞ്ഞ് ഇവൾക്ക് വന്ന മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ഇവൾക്ക് ആവശ്യം വരും പറഞ്ഞ് ഒരു ലവ് അലാറത്തിന്റെ ലിങ്ക് ഇട്ടേക്കും. അത് കണ്ട് അവളും ഇതാരായിരിക്കും എനിക്ക് അയച്ചെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവത്തില്ല. അതിനുശേഷം അടുത്ത ദിവസം സുൻഹോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവന്റെ അമ്മയാണ് അവിടെ ഇരുന്നോണ്ട് ഇവൻ ആ പഴയ ജോജോ ഇപ്പൊ കാണാറുണ്ടോ ചോദിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി അവളെ കുറിച്ച് ഇപ്പൊ എന്തിനാ സംസാരിക്കാന്ന് പറഞ്ഞ് അവന്റെ അമ്മയും മിണ്ടായിരിക്കാൻ പറയുമ്പം അവന്റെ അമ്മയും ഇവൻ ജോജോ സ്നേഹിച്ചപ്പം ഇവർ ഇതുവരെ കാണാത്ത സന്തോഷം ഇവന്റെ ഫേസിൽ കണ്ടായിരുന്നു പറയും. അങ്ങനെ ഇവൻ ആക്സിഡന്റ് ആയി വീട്ടിൽ കടന്നപ്പോ അവൾ ഒരു തവണ ഇവരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന്. അതുകൊണ്ട് ഇവൻ ആരാണ് ഇഷ്ടം അവരുടെ കൂടെ ജീവിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഇവന്റെ അമ്മ അവൻ അഡ്വൈസ് ചെയ്യുമ്പോൾ ഇത് കേട്ട് അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. പക്ഷെ അവൻ നേരെ ചെല്ലുന്ന ജോജോയുടെ വീട്ടിലേക്ക്. അപ്പോഴാണ് അവളും ധൃതിയിൽ കോളേജിലേക്ക് ചെന്നോണ്ടിരിക്കുന്നത്. അതിനുശേഷം അവന് കാർ അവിടെ നിർത്തിയിട്ട് ഇവളെ ഫോളോ ചെയ്തതിന്റെ ബസ്സിലേക്ക് കയറുമ്പോഴാണ് അവന് പുറയിരുന്നുകൊണ്ട് ഇവളെ നോക്കി ആ പഴയ മെമ്മറീസ് ഒക്കെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ അവനൊരു പക്ഷെ ആക്സിഡന്റ് സമയത്ത് വീട്ടിൽ ഇരിക്കാതെ ഇവളെ കാണാൻ പോയിരുന്നെങ്കിൽ ഒരു ഈ ബ്രേക്കപ്പ് വന്നു കാണത്തില്ലെന്ന് പറഞ്ഞ് അവൻ അവളുടെ പുറകെ തന്നെ ചെല്ലുമ്പോഴാണ് അവൾക്ക് ഇവൻ പുറകെ വരുന്ന മനസ്സിലായിട്ട് ഇപ്പൊ എന്തിനാ ഇവളെ ഫോളോ ചെയ്ത് കോളേജിൽ വരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തുകൊണ്ട് ആക്സിഡന്റ് സമയത്ത് ഇവനെ കാണാൻ വേണ്ടി എപ്പോഴും വീട്ടിൽ വന്ന കാര്യം ഇതുവരെ പറയാത്തെന്ന് ചോദിക്കും. അങ്ങനെ അന്ന് ഇവന്റെ വീട്ടുകാരെല്ലാം ഇവളോടെല്ലാം പറഞ്ഞായിരുന്നെന്ന് അറിഞ്ഞ് അത് കാരണമാണോ ഇവളുടെ ഷീൽഡ് ഓൺ ആക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇവൾ അത് കാരണം എന്നല്ലെന്ന് അറിഞ്ഞിട്ട് അവൾ ക്ലാസ്സിലേക്ക് ചെല്ലും. അതിനുശേഷം ഇവളെ ക്ലാസ് ഇരുന്നാലും സുൻഹോ ഇവൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ ജോജോയുടെ കസിനും 10 പേരുടെ ലവ് അലാറം എങ്ങനെയൊക്കെ വാങ്ങിക്കണം എന്നറിഞ്ഞ് മറ്റേ ഗൂ അയച്ചെന്ന് ആ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കും. ഇവളെ സ്നേഹിക്കാൻ പോകുന്ന ആൾക്കാർ അടുത്തെല്ലാം വരുന്നുണ്ടോന്ന്. അപ്പോഴാണ് ഒരു വ്യക്തിയെ കണ്ട ഉടനെ ഇവൾ അയാളുടെ ഫ്രണ്ട് ക്യൂട്ടായിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു വെക്കും.
പക്ഷെ ഇവളുടെ ഫോണിലാണ് ലവ് അലാറം അടിക്കത്തില്ല. അതുകൊണ്ട് അവളും തകർന്നു പോയിട്ട് ഇവൻ എന്നെ സ്നേഹിക്കുമെന്ന് ഈ ആപ്പിനകത്ത് പറഞ്ഞിട്ട് ഇവൻ എന്തോ മൈൻഡ് പോലും ചെയ്യാത്തെന്നറിഞ്ഞ് അവള് ദേഷ്യത്തിരിക്കും. അതിനുശേഷം ഇവിടെ കുറെ സമയമായിട്ട് സുൻഹോ അവളുടെ കോളേജിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ടീമാണ് ഇവന് മെസ്സേജ് അയച്ച് അവൾ എന്താ ഫോണൊന്നും എടുക്കാത്തെന്നറിഞ്ഞ് ഇതുവരെ അവൾ ഫോട്ടോഷൂട്ടിന് വരായിരുന്നിട്ടില്ലെന്ന് ഇപ്പൊ ഇവന് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവൻ അപ്പം തന്നെ അവളെ കാണാൻ വേണ്ടി നേരിട്ട് ചെല്ലുമ്പോഴാണ് അതേസമയം ഇവന്റെ ഫോണിൽ ലവ് അലാറം അടിക്കുമ്പോൾ കറക്റ്റ് അവൾ ഇവന്റെ അടുത്തേക്ക് വരും. കാരണം ഇവൾക്ക് ഇപ്പോഴും ഇവനോടാണ് ഇഷ്ടം. അതേസമയം അവനും ദേഷ്യത്തി നീ എന്തോ വിളിച്ചോന്ന് ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞ് ഇവളെ ഓർത്ത് കെയർ ചെയ്യുമ്പം അവളാണ് എന്റെ ടീം നിന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്ത കാര്യം ഇതുവരെ ആരും അറിഞ്ഞില്ലെന്ന് പറയും. അപ്പോഴാണ് ഇവളുടെ ഫോണിൽ ലവ് അലാറം അടിക്കുമ്പോൾ വേറൊരുത്തനാണ് ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കും. അങ്ങനെ അത് കണ്ട് അവനാണ് ഇവൻ ആരാന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം അവൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവന്റെ കൂടെ ഡേറ്റ് ചെയ്യും. അതിനുശേഷം ഇവ രണ്ടുപേരും പുറത്തിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇവൾക്കാണ് ഇവനോട് ഇഷ്ടം കാണത്തില്ല, പക്ഷെ അവൻ സ്നേഹിക്കുന്നുണ്ട് മാത്രം ഇവൾ കൂടെ നടക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവളും എങ്കിൽ പിന്നെ സുൻഹോ സത്യത്തി ഇപ്പൊ എന്നെ പോലെ ഒരാളെ മനസ്സിൽ വെച്ചോണ്ട് ഇതേപോലെ ദുഃഖിച്ചാണെന്ന് പറഞ്ഞ് അവന്റെ അവസ്ഥ ഇവൾക്ക് മനസ്സിലാവും. അതേസമയം ജോജോയുടെ വീഡിയോ ആണ് ഇപ്പൊ മൊത്തത്തിൽ വൈറലാവും. കാരണം സുൻഹോ ക്ലാസ്സിൽ വന്ന് ഇവളോട് സംസാരിച്ചോണ്ട് ഇവളെ പോലെയുള്ള ആൾക്കാർ സുൻഹയെ തന്നെ മയക്കെടുത്തെന്നറിഞ്ഞ് കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നതാണ്. കാരണം അവൻ അത്രയ്ക്ക് ഫേമസ് ആയതുകൊണ്ട് വീഡിയോ മൊത്തത്തിൽ വൈറലായി. അപ്പോഴാണ് ഈ വീഡിയോസിന്റെ കമന്റ് കാണുന്ന ഹെയ്യുങ് ആണ് അപ്പൊ തന്നെ അവൻ ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവളെ കാണാൻ വേണ്ടി ചെല്ലും. ഇതേ സമയം ഇവിടെ ജോജോ മൊത്തം നാണം കെട്ടിരിക്കുമ്പം അവളുടെ കൂട്ടുകാർ എല്ലാവരും ഫോണും വായിച്ചിട്ട് നിങ്ങൾ എന്തോടി കാണിക്കുന്നതെന്ന് അറിഞ്ഞ് അവരൊക്കെ ജോജോയെ ശല്യപ്പെടുത്തലെന്ന് പറയും. അപ്പോഴാണ് ജോജോയും വിഷമിച്ചിട്ട് അവള് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോന്ന്. അങ്ങനെ പുറത്തേക്ക് ചെന്നാലും എല്ലാവരും ഇവളെ കുറിച്ചായിരിക്കും മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവളും കരഞ്ഞോണ്ട് അവിടെ നിന്ന് ബസ് കയറി പോകുമ്പോഴാണ് അടുത്ത സെക്കൻഡ് തന്നെ ഹെയ്യുങ് ഇവളെ അന്വേഷിച്ച് അവിടെ കാറി വന്നിറങ്ങും. എന്നിട്ട് ഇവൻ അവളെ ഫോൺ വിളിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരി ഫോൺ എടുത്ത് അവൾ ഫോൺ ക്ലാസ് വെച്ചിട്ട് പുറത്തേക്ക് പോയെന്നറിയും. ഇതേസമയം ഈ വീഡിയോ വൈറലായ കാര്യം സുൻഹെ അറിയുമ്പോഴാണ് അവന്റെ അച്ഛനെ കുറെ ചീത്ത വിളിച്ചേക്കും. ഇവൻ കാരണം മൊത്തത്തിൽ നാണക്കേടാണ്. അതിനുശേഷം ഇവിടെ ഹെയ്യുങ് ജോജോ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ കസിനാണ് സൂപ്പർ മാർക്കറ്റ് ചെന്നുകൊണ്ട് ജോജോ അവിടെ പോയി എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് മിക്കവാറും സുൻഹോടെ കൂടെ കറങ്ങുമായിരിക്കും എന്നറിയും. അപ്പോഴാണ് അവനാണ് ഇവളുടെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ലെന്ന് പറഞ്ഞ് ഒരേ അവൾ വരുവാണ് ഇവനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് അവൾ ഇവനെ കണ്ട് സത്യം നിന്റെ സ്വഭാവം മാറിയിട്ടില്ല ഹെയ്യുങ് എന്നറിഞ്ഞ് ആ സുൻഹോയെക്കാളും ഇവനൊരു പാവപ്പെട്ട പയ്യൻ അവൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഹെയ്യുങ്ങും അവിടേക്ക് സുൻഹോ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇവൻ ഓടിച്ചെന്ന് അവനെ അടിച്ചിടും. എടാ നിനക്കാകെ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, നീ കാരണം അവളിപ്പോ എത്രമാത്രം ഇമോഷണലായി കാണുന്നറിയാ. ഏതിന് അവനും പറയുമ്പോ തന്നെ സുൻഹോ ദേഷ്യത്തി അവളെ കുറിച്ച് നിനക്കെന്താ അറിയടാന്ന് പറഞ്ഞ് സുൻഹോ തിരിച്ച് അവനെ അടിച്ചിടും. അങ്ങനെ ഇവർ തമ്മിൽ അടിയാകുമ്പോഴാണ് ഹെയ്യുങ്ങും അവളുടെ പാസ്റ്റ് അനുസരിച്ച് എല്ലാരും കൂടെ അവളെ കുറിച്ച് സംസാരിക്കുന്ന അവൾക്ക് ഒത്തിരി പേടിയായി കാണുമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുമ്പോൾ സുൻഹോ ദേഷ്യത്തി എനിക്ക് എന്ത് നടന്നാലും കുഴപ്പമില്ല, എനിക്ക് അവളെ മാത്രം മതി എന്നറിഞ്ഞ് അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാന്നറിയും. അപ്പോഴാണ് ഹെയ്യുങ്ങും നീ അവൾക്ക് വേണ്ടിയല്ല എല്ലാം നിനക്ക് വേണ്ടിയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് പറഞ്ഞ് ഇവനും പറഞ്ഞിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവന്റെ വീടിന്റെ പുറത്താണ് ജോജോ ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഓടി അടുത്തേക്ക് ചെന്നിട്ട് ഇവളെ കാണാത്തുണ്ടാവും കുറെ സ്ഥലത്ത് അന്വേഷിച്ചെന്ന് പറഞ്ഞ് ഇവളിപ്പോ ഓക്കെ ആണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും കരഞ്ഞോണ്ട് ഇവന്റെ ഫേസിനകത്ത് നിന്ന് മുറിഞ്ഞിരിക്കുന്ന ജയിക്കും. അപ്പോഴാണ് അവനൊന്നും മൈൻഡ് ചെയ്യാതെ അതൊന്നും കുഴപ്പമില്ല നീ ഓക്കെ ആണോ എന്നിട്ട് അവൻ അവസാനം വരെ ഇവളോർത്ത് വിഷമിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും കരഞ്ഞോണ്ട് ഈ സമയത്ത് നീ എന്നോട് ദേഷ്യപ്പെടാതെ എന്നെ ഓർത്ത് വിഷമിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ഇവന് ദേഷ്യമൊന്നും വരുത്തില്ലെന്ന് ചോദിക്കും. അങ്ങനെ ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടും അവൾ ഇവനെ വേദനിപ്പിച്ച് ഒറ്റയ്ക്കൊക്കെ ഫീൽ കൊടുക്കുന്നുള്ളെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് അവനാണ് അവളെ ഹഗ് ചെയ്തിട്ട് ഇനി തൊട്ട് ഞാൻ നിന്റെ കൂടെ വഴക്കൂടാന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വാസപ്പെടുത്തും. അതിനുശേഷം അവളും വീട്ടിലേക്ക് വന്ന് ഇവന്റെ മുറിവിനൊക്കെ മരുന്ന് കൊടുത്തിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവൾ സത്യത്തി ഹേയിങ്ങിനെ സ്നേഹിക്കുന്ന കാര്യം അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാത്തോണ്ട് അവൻ ഇപ്പോഴും ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തെന്ന് ഇവൾ വിചാരിക്കും. അതുകൊണ്ട് ഇവൾ അവന്റെ ലവ് അലാറം അടിപ്പിച്ചാല് അവൻ ആ ഒരു സമാധാനം കിട്ടത്തുള്ളെന്ന് അറിഞ്ഞ് ഇവൾക്കൊന്ന് ലിങ്ക് ഇപ്പൊ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ഗു ഇവൾക്കൊരു ചാൻസ് തന്നേക്കും. ഇവൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ചൂസ് ചെയ്ത് ഇവളെ കൊണ്ട് ലവ് അലാറം അടിപ്പിക്കാൻ പറ്റുമെന്ന്. അതായത് അത് ആരാന്ന് ഇവള് മാത്രം തീരുമാനിച്ചാൽ മതി. അങ്ങനെ ആ ഒരു ഓപ്ഷൻ കണ്ട് ഇവളത് എടുക്കണോ വേണ്ടെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം ഇപ്പോഴും സുൻഹോ അവളുടെ വീടിന്റെ പുറത്തിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന അവളുടെ കസിനും ഈ ജോജോ ഭയങ്കര ലക്കിയാന്ന് പറഞ്ഞ് അവൾ അവിടെ നസീബപ്പെട്ട് സംസാരിച്ചോണ്ടിരിക്കും. അവരാണ് അവൾ അതൊക്കെ ക്ലീൻ ചെയ്തോണ്ട് എനിക്ക് ഒരു ദിവസം ക്ലീൻ ചെയ്യാൻ സഹിക്കാൻ വയ്യ, പക്ഷെ പാവന്റെ അമ്മ 20 വർഷമായിട്ട് എനിക്ക് വേണ്ടി ഈ ജോലി ചെയ്യാന്ന് പറഞ്ഞ് അവൾ ഇപ്പോഴതൊക്കെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം രാവിലെ വന്ന വ്യക്തിയും വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകുമ്പോഴാണ് ഇവള് മനുഷ്യരൊക്കെ പാവം കഷ്ടപ്പെടുവാന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്നവരൊക്കെ അടിപൊളിയായിട്ടുള്ള ആൾക്കാരാന്നറിയും. അങ്ങനെ അത് കേട്ട് അവന് താങ്ക്സ് അറിഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫോണിലാണ് ലവ് അലാറം അടിക്കും. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് ഞാനൊന്നും ചെയ്ത് എന്റെ ഫോണിൽ ലവ് അലാറം അടിച്ചോന്ന് പറഞ്ഞ് അതിന്
ഭൂരിഭാഗം മൊത്തത്തിൽ വീണോയെന്ന് ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടെ ജോജോ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് സുൻഹോ ഇവളെ കണ്ട് അടുത്തേക്ക് ചെന്നിട്ട് ഇനി അവനെ ഒന്നിനും കുറിച്ച് ആലോചിക്കാൻ പോകുന്നില്ല, ഇവളെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പഴയതുപോലെ ലവ് അലാറം ഇല്ലാതെ നമുക്ക് സ്നേഹിക്കാന്ന് പറയും. അപ്പോഴാണ് അവളും ലവ് അലാറം ഉണ്ടായതുകൊണ്ടെന്നല്ല ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അത് അവളെടുത്ത തീരുമാനമെന്ന് പറയും. പക്ഷേ ലവ് അലാറം ഇല്ലായിരുന്നെങ്കിലും ആ സമയത്ത് ഇവനെ ബ്രേക്കപ്പ് ചെയ്യത്തുള്ളൂ പറഞ്ഞിട്ട് അവളിപ്പോ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇവനെന്ന് സ്കൂളിൽ വന്നപ്പോഴും ഇവൾക്ക് ആ സമയത്ത് ഓർമ്മ വന്ന ഹേയിങ്ങിനെയാ. അതേപോലെ ആ വീഡിയോ വൈറലായി ഇവൾ മൊത്തത്തിൽ പേടിച്ചിരുന്നപ്പോഴും സാധാരണ ഇവൾ ആരെയും കാണാതെ ഒതുങ്ങി പോകാനാണ് വിചാരിക്കുന്നത്. പക്ഷെ ഈ തവണ അവൾക്ക് ആകെ ഹേയിങ്ങിനെ കാണാൻ മാത്രമേ തോന്നിയുള്ളൂ പറഞ്ഞ് ഇവൾക്ക് അവനോട് ഇഷ്ടം പറഞ്ഞ് ഇവനെ മനസ്സിലാക്കി കൊടുക്കും. അതുകൊണ്ട് അത് മനസ്സിലായി അവൻ ഇവിടെ ഇമോഷണൽ ആയിരിക്കുമ്പോഴാണ് അവൾ അടുത്തേക്ക് വന്ന് നിനക്കൊരാളുടെ കണ്ണ് കണ്ട നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനോട് തന്നെ ചോദിക്കും സത്യത്തിൽ ഇവൾക്ക് ആരെ ഇഷ്ടമെന്ന് ഇവന് പറഞ്ഞുതരാൻ പറ്റുമെന്ന്. അങ്ങനെ അവനോട് സംസാരിച്ചിട്ട് ഇവൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ കസിനും ഇത്ര സമയം നീ വീട്ടുകാരെ എന്തോടി ചെയ്തെന്ന് പറഞ്ഞ് ഇവൾക്ക് ആരാണ്ട് ഫോട്ടോസൊക്കെ അയച്ച് ഒരു മെയിൽ അയച്ചേക്കോന്ന് പറയും. അതുകൊണ്ട് ജോജോ അത് എടുത്തു നോക്കുമ്പോഴാണ് ഇവളന്ന് വീട്ടിൽ വെച്ച് ഹേയിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആയിരിക്കും അതൊക്കെ. അതുകൊണ്ട് അവൾ അതൊക്കെ കണ്ട് ഇവന്റെ കൂടെ സന്തോഷിച്ച് ജീവിച്ചേക്ക് അവളിങ്ങനെ മനസ്സിലാക്കും. അപ്പോഴാണ് അവളുടെ കസിനും നീ സുൻഹയെ കണ്ടപ്പോൾ അവന് ബ്രേക്കപ്പ് എന്ന് വിചാരിച്ച, പക്ഷെ എന്നാലും നീ നല്ല തീരുമാനം എടുത്തേക്കോന്ന് പറഞ്ഞ് അവള് ഹേയിങ് ഒരു നല്ല പയ്യനാന്ന് പറയും. അപ്പോഴാണ് ഇവൾ ആ ഫോട്ടോസൊക്കെ കണ്ട് ചിരിച്ചോണ്ട് സതി ഞാനൊരു തീരുമാനത്തിലെത്തിയെന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ ഹേയിങ്ങിനെ കാണണമെന്ന് പറഞ്ഞ് അവൾ ഓടി അവന്റെ അടുത്ത് ചെല്ലും. അതേസമയം ഇവളുടെ മെസ്സേജ് കണ്ടിട്ട് അവനും സൈക്കിൾ എടുത്തോണ്ട് അവളെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഇവ രണ്ടുപേരും കൂടെ ആ നദിയുടെ അവിടെ വെച്ച് മീറ്റ് ചെയ്യും. അപ്പോഴാണ് അവനെ കണ്ട് അവളാണ് നീ അവിടെ തന്നെ നിൽക്കി ഹേയിങ് എന്നറിഞ്ഞ് ഇവൾ അടുത്തേക്ക് വരാന്ന് പറയും. അപ്പോഴാണ് ഇവൾ അവന്റെ അടുത്ത് പോകുന്ന മുമ്പേ തന്നെ ഇവൾക്ക് ഗു അയച്ചെന്ന ആ മെസ്സേജ് യൂസ് ചെയ്ത് ഇവളെ ആരാണ് ചൂസ് ചെയ്യുന്ന ആ വ്യക്തിയുടെ ഫോണിൽ ലവ് അലാറം അടുപ്പിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അതുകൊണ്ട് ഹേയിങ്ങിന്റെ നേരെ അത് കാണിച്ച് അവള് അവന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ ഫോണിലാണ് ലവ് അലാറം അടിക്കും. അങ്ങനെ അതോടെ അവന് മൊത്തം ഇമോഷണലായി ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി ചിരിക്കും. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും പരസ്പരം ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക.